ഒരു തവണ പറഞ്ഞു ഷാ വലിയുല്ലാഹി ദഹ്ലവിൻ്റെ ഒരു കഥ. അവരെ പള്ളിക്കടുത്ത് ഒരു ഷെയ്ഖ് വന്നു. ബഹറുൽ പറഞ്ഞെന്നാ ഈ ഷെയ്ഖിൻ്റെ ലക്ഷ്യം ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞ ഈ വലിയ മുദല്ലിസും മുസന്നിഫും ആയ ഈ മഹാപണ്ഡിതനെ പിടിച്ചാൽ പിന്നെ എല്ലാവരും പിടിക്കാൻ കിട്ടും. അപ്പോൾ ഷെയ്ഖിൻ്റെ ലക്ഷ്യം ഷാ വലിയുല്ലാഹി ദഹ്ലവിനെ പിടിക്കലാണ്. ഭയങ്കര ഇബാദത്ത്, രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച നിസ്കാരം, പകലിൽ മുഴുവൻ നോമ്പ്, ജഗപുക ദിക്റും പരിപാടി. അങ്ങനത്തെ ഒരു നല്ല മനുഷ്യനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ത്വരീക്കത്ത് വാങ്ങലും ജഗപുക. ഇനി വരാത്തത് ആരെന്നുള്ളൂ? ഈ ഷെയ്ഖിൻ്റെ കള്ള ഷെയ്ഖിൻ്റെ മുഖ്യ ലക്ഷ്യമായ ഷാ വലിയുല്ലാഹി ദഹ്ലവി വരാത്തുള്ളൂ. ആ മൂപ്പരെങ്ങനെ ചോദിക്കും. അപ്പോൾ ആൾക്കാരിങ്ങനെ പോയി പറയും, ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദിക്ർ എന്തൊക്കെയാണ് ചോദിക്കും. ദിക്ർ നോക്കുമ്പോൾ നല്ല മുന്തിയ ദിക്റുകൾ, ശരിക്കും ഹദീസിൽ വാരിതായ നല്ല ദിക്റിനൊരു കുഴപ്പമില്ല. മൂപ്പരെ ജീവിതം എങ്ങനെ? മൂപ്പര് എന്നും നോൻപാണ്, രാത്രി ഉറങ്ങാതെ നിൽക്കാറാണ്. അപ്പോൾ ഷാ വലിയുല്ലാഹി ദഹ്ലവി ഒരീസൻ്റെ അവരെ സുബീൻ്റെ ശേഷം പോയി നോക്കി. അപ്പോൾ ചെന്ന് ദിക്റൊക്കെ പറഞ്ഞെടുത്ത് വെച്ചാൽ ഇജാസത്ത് തരണമെങ്കിൽ ഇത് കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് സൂക്ഷിച്ച് നോക്കിയപ്പോൾ സംഗതി ലഹരി പദാർത്ഥമാണ്, മദ്യമാണ്. ഞാൻ കുടിക്കൂല, ഇത് നസ്സ് കൊണ്ട് ഹറാമാക്കപ്പെട്ടതാണ്, ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞു. ഷാ വലിയുല്ലാഹി ദഹ്ലവി ആരോട് പറഞ്ഞു? ഷെയ്ഖിനോട് പറഞ്ഞു. നാനക്കിൻ്റെ തരീഖത്തില്ല, വേണ്ട എന്ന് പറഞ്ഞ് മൂപ്പര് പോന്ന്. അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. സ്വപ്നം തെളിവ് എന്നുള്ള നിലക്കല്ല പറയുന്നത്, ഈ വാഖിയത്ത് പറയാണ്. സ്വപ്നം കണ്ടു. അപ്പോൾ ഒരു റൂമിനുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. പക്ഷെ ആ റൂമിൻ്റെ പുറത്ത് ഈ പറഞ്ഞ ഈ മദ്യം കൊടുത്ത ഷെയ്ഖുണ്ട്. ഈ ഷെയ്ഖ് ഷാ വലിയുല്ലാഹി ദഹ്ലവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള റൂമിലേക്ക് കയറുന്നതിന് തടയുന്നു. അപ്പോൾ ഉറപ്പായല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ഷെയ്ഖ് മുഖേന എത്തണമെങ്കിൽ ഉറപ്പായില്ലേ? ഉറപ്പായി. ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട. പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്ത് ഷാ വലിയുല്ലാഹി ദഹ്ലവി ഷെയ്ഖിൻ്റെ അടുത്ത് പോയി. അപ്പോഴും ഇതേപോലെ അനുഭവം. ഇജാസത്ത് തരണമെങ്കിൽ ഇത് കുടിക്കണം. അത് ഞാൻ കുടിക്കൂല, നസ്സ് കൊണ്ട് ഹറാമാക്കപ്പെട്ടതാണ്, കുടിക്കൂല അറിഞ്ഞ് എനിക്ക് തരീഖത്തില്ല പോകുന്നു. അന്നും സ്വപ്നം കണ്ട്. സംഗതി വേറെ ആരെങ്കിലും ആണെങ്കിൽ ആദ്യത്തെ സ്വപ്നം കൊണ്ട് ഉറപ്പായി ഇത് ശരിയാണ്. ഇനിയിപ്പോൾ കള്ളുടിക്കൽ ഹറാമില്ല, ഷെയ്ഖ് പറഞ്ഞാൽ ഹറാമില്ല എന്നാണ് മനസ്സിലാവില്ലേ? ഷെയ്ഖ് പറഞ്ഞാൽ കള്ളുടിക്കൽ ഹറാമില്ല എന്ന് മനസ്സിലായി, എന്താ കാട്ടുക മനസ്സിലാവും. പക്ഷേ മൂപ്പരെ ഇൽമ കൊണ്ട്, മാരിഫത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞു. പിറ്റേന്ന് സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോൾ ഈ ഷെയ്ഖ് ഇതേപോലെ തടയുന്ന റൂമിലേക്ക് കയറാൻ സമ്മതിക്കണില്ല. അവിടെ നിന്നാണ്ട് കരഞ്ഞ് ഷാ വലിയുല്ലാഹ് കരഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പുറത്ത് വന്ന് എന്ത് ഈ കരയണ്? ഈ ഷെയ്ഖ് എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കയറാൻ അനുവദിക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് ഹബ് യാ കൽബ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖിനെ ഒരു അടിയാണ് കൊടുത്താൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്